DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. കിസാൻ നിധിയുടെ 23ാം ഗഡു വിതരണ കാലാവധി ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. തുക മുടങ്ങാതിരിക്കാൻ കർഷകർ ചെയ്യേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതോടൊപ്പം ഇവരെ പദ്ധതിയിൽ നിന്ന് പുറത്താക്കുകയുമാണ്. ഇതിൻ്റെ എല്ലാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. രാജ്യത്തെ കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് PM കിസാൻ സമ്മാൻ നിധി. വർഷം 6000 രൂപ, 4 മാസത്തിലൊരിക്കൽ 3 തവണയായി 2000 രൂപ വീതമാണ് കർഷകർക്ക് ലഭിക്കുന്നത്. നിലവിൽ 22 ഗഡുക്കളിലൂടെ 44,000 രൂപ പദ്ധതിയിലെ കർഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി 23ാം ഗഡു വിതരണമാണുള്ളത്. അതിൻ്റെ കാലാവധി ഈ ഏപ്രിൽ മാസം മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലെ തുകയായ 23ാം ഗഡുവാണ് ഇനി വിതരണം ചെയ്യാൻ പോകുന്നത്. പദ്ധതിയുടെ 22ാം ഗഡു കഴിഞ്ഞ മാസം മാർച്ച് 13-ന് ഗുവാഹത്തിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതുവരെ തുക ലഭിക്കാത്തവർ ഉടൻ തന്നെ തങ്ങളുടെ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയോ എന്നും മറ്റും അറിയുവാനായി ഔദ്യോഗിക വെബ്സൈറ്റായ pmkisan.gov.in-ലെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നൽകുക. മൊബൈലിൽ വരുന്ന OTP നൽകിയാൽ പേയ്മെൻറ്റ് നിലയും അർഹതയും പരിശോധിക്കാം. ഗഡുത്തുകകൾ തടസ്സമില്ലാതെ ലഭിക്കുവാൻ ഇനി പറയുന്നവ യെസ് ആണെന്ന് ഉറപ്പുവരുത്തുക. ലാൻഡ് സീഡിംഗ്, ഭൂമി സംബന്ധമായ വിവരങ്ങൾ PM കിസാനിൽ രേഖപ്പെടുത്തിയിരിക്കണം. ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ്, ഇതും യെസ് ആയിരിക്കണം. ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കണം. DBT സൗകര്യവും അക്കൗണ്ടിന് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് മാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ പുതിയ അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ 155261 അല്ലെങ്കിൽ 1800115526 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. PM കിസാന്റെ ധനസഹായം ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായാണ് വിതരണം ചെയ്യുന്നത്. അതിനാൽ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി നിർബന്ധമായും സീഡ് ചെയ്തിരിക്കണം. അല്ലാത്തപക്ഷം അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആകില്ല. അതോടൊപ്പം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ അക്ഷയ കേന്ദ്രങ്ങൾ, ജനസേവാ കേന്ദ്രങ്ങൾ എന്നിവ വഴിയൊക്കെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കാം. തടസ്സങ്ങളുണ്ടെങ്കിൽ ബാങ്കിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പുതിയ അക്കൗണ്ട് ആരംഭിച്ചോ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. മൂന്നാമത്തെ പ്രധാന കാര്യം eKYC പൂർത്തിയാക്കലാണ്. ഇതിനകം KYC ചെയ്തവരിൽ ചിലർക്ക് ReKYC ചെയ്യണമെന്ന് PM കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നതാണ്. അങ്ങനെ നിർദ്ദേശം വന്നിട്ടുള്ളവർ മാത്രം OTP വഴിയോ ഫേസ് ഒതന്റിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിച്ചോ ഇത് പൂർത്തിയാക്കണം. ഇത്തരം നിർദ്ദേശം ലഭിച്ചവർ eKYC അപ്ഡേറ്റ് ചെയ്യാതിരുന്നാൽ വരും ഗഡുക്കൾ ലഭിക്കില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതിനാൽ ഇത് പൂർത്തിയാക്കാത്തവർ പൂർത്തിയാക്കുക. ചിലർ eKYC ചെയ്താലും വീണ്ടും ചെയ്യാൻ നിർദ്ദേശം വരും. അവരും ഇത് വീണ്ടും പൂർത്തിയാക്കേണ്ടി വരും. അടുത്തത് പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് 10,000 രൂപയോ അതിനു മുകളിലോ പെൻഷൻ വാങ്ങുന്നവർ PM കിസാൻ ആനുകൂല്യത്തിന് അർഹരല്ല. ഇത്തരം വ്യക്തികൾ ആനുകൂല്യം കൈപ്പറ്റിയാൽ അത് ഭാവിയിൽ തിരിച്ചടക്കേണ്ടി വരും. അതിനാൽ അർഹതയില്ലാത്തവർ വെബ്സൈറ്റ് വഴി ആനുകൂല്യം സറണ്ടർ ചെയ്യണം. അതിനുള്ള ഓപ്ഷൻ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലുണ്ട്. ഉയർന്ന പ്രൊഫഷണൽ ജോലിയുള്ളവർക്ക്, അതായത് ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ തുടങ്ങിയവർ ഈ പദ്ധതിയിൽ തുടരാൻ അനുവാദമില്ല. പ്രൊഫഷണൽ രംഗത്തുള്ളവർ കർഷകരായിരുന്നാൽ പോലും ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് നിയമവിരുദ്ധമായി കണക്കാക്കും. അതിനാൽ ഇത്തരക്കാർ പദ്ധതിയിലുണ്ടെങ്കിൽ സ്വയമേ പദ്ധതിയിൽ നിന്ന് പിന്മാറേണ്ടതാണ്. മാത്രമല്ല, ഒരു റേഷൻ കാർഡിലെ ഒരു വ്യക്തിക്ക് മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം പേർ പണം കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. അർഹരായ കർഷകരുടെ രേഖകൾ ഉപയോഗിച്ച് മറ്റാരെങ്കിലും ആനുകൂല്യം തട്ടിയെടുക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ കർശനമായ പരിശോധനകളാണ് ഇപ്പോൾ നടത്തുന്നത്. ചുരുക്കത്തിൽ PM കിസാൻ ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നതിന് ആധാർ സീഡിംഗ്, eKYC എന്നിവ ഉറപ്പുവരുത്തുകയും അർഹതയില്ലാത്തവർ സ്വമേധയാ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.